കോടികൾ വില മതിക്കുന്ന ടൊയോട്ടോ പ്രാഡോ കാറിനും ലാൻഡ് റോവറിനും വില വെറും 1 ലക്ഷം രൂപ. ഹിമാചൽ പ്രദേശിൻ്റെ വാഹന ഏജന്റ് ഡൽഹിയിലുള്ള ഒരു കാർ വിൽപ്പനക്കാരന് കാർ വിറ്റതിൻ്റെ രേഖയാണിത്. കസ്റ്റംസിൻ്റെ ആ അന്വേഷണമാണ് മലയാള സിനിമാ താരങ്ങളുടെ ഉൾപ്പെടെ വീടുകൾക്ക് മുന്നിലേക്ക് എത്തിയത്. ഭൂട്ടാനിൽ നിന്ന് നികുതി അടയ്ക്കാതെ ഇന്ത്യയിലെത്തിച്ച ആഡംബര വാഹനങ്ങൾ വാങ്ങിയവരെല്ലാം കെണിയിൽപ്പെട്ട അവസ്ഥ. കസ്റ്റംസും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും നടത്തിയ ഓപ്പറേഷൻ നുംഖോ റെയ്ഡിൽ 105 മുതൽ 200 വരെ വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. സിനിമാ താരങ്ങൾക്ക് പുറമെ വ്യവസായികളുടെ വീടുകളിൽ നിന്നും വാഹന ഷോറൂമുകളിൽ നിന്നും കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഭൂട്ടാൻ സൈന്യത്തിന്റെ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് കസ്റ്റംസിന്റെ റെയ്ഡ് നടന്നത്. 5 ജില്ലകളിലായി നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഭൂട്ടാനിൽ നിന്നെത്തിച്ച 20 വാഹനങ്ങൾ കേരളത്തിൽ വിറ്റുവെന്നും ഇതിൽ 11 കണ്ടെത്തിയെന്നുമാണ് കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിലെ പരിശോധനയ്ക്ക് പുറമെ ചില വ്യവസായികളെ കേന്ദ്രീകരിച്ചും റെയ്ഡ് നടന്നു. കോഴിക്കോട് തൊണ്ടയാട് റോഡ്വേസ് കാർ ഷോറൂമിലും മുക്കത്തുമായിരുന്നു പരിശോധന. ഇടനിലക്കാരുടെ വീടുകളിലും റെയ്ഡ് നടന്നു. മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിച്ച വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത്. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് കാറ്റഗറിയിൽപ്പെടുന്നതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കസ്റ്റംസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഭൂട്ടാൻ ആർമിയും മറ്റും ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് സൈന്യം ലേലം ചെയ്ത SUVകളും മറ്റും ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ഇവ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വിൽക്കുകയായിരുന്നു. ഭൂട്ടാനിൽ നിന്നും ഇറക്കുമതി തീരുവ നൽകാതെയാണ് ഏജന്റുമാർ വാഹനം കടത്തിയത്. 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇന്ത്യയിലേക്ക് എത്തിച്ച വാഹനം ഷിംല റൂറൽ എന്ന RTOയ്ക്ക് കീഴിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ത്യൻ വാഹനമായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാണ് ഇന്ത്യയിലെ വിൽപ്പന. HP52 എന്ന രജിസ്ട്രേഷൻ നമ്പറിലാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. നിസാര വിലയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ കേരളത്തിലെത്തിച്ച് 10 ലക്ഷം മുതലാണ് വിൽക്കുന്നത്. ഇത്തരത്തിൽ കൊള്ള ലാഭമാണ് ഓരോ വാഹന വിൽപ്പനയിലും ഇടനിലക്കാർ സമ്പാദിക്കുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ രാജ്യത്ത് പലയിടങ്ങളിലായി വിറ്റഴിച്ചുവെന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ അന്വേഷണമാണ് കസ്റ്റംസ് നടത്തിയത്. ലഭ്യമായ വിവരങ്ങളിൽ നിന്നുമാണ് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ വാഹനങ്ങൾ വാങ്ങിയ വിവരം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, News 18.